ലോകത്തിലെ ഏറ്റവും ആഴമേറിയ രണ്ടാമത്തെ ഗർത്തവും ഏഷ്യയിലെ ഏറ്റവും ആഴമേറിയ ഒന്നാമത്തെ ഗർത്തവും നിർമ്മിച്ചിരിക്കുകയാണ് ചൈന. ഷെൻഡിറ്റേക്ക് എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഗർത്തം ഇന്ത്യയിലെ ലഡാക്കിൽ നിന്നും ഏകദേശം 620 മൈൽ അകലെയുള്ള ചൈനയിലെ ടക്ലിമക്കൻ മരുഭൂമിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഭൂമിയിലെ ഇന്റേണൽ ലെയറുകളെക്കുറിച്ച് പഠിക്കാനാണ് ഈ ഗർത്തമെന്നാണ് ചൈന പറയുന്നത്. സത്യത്തിൽ നമ്മുടെ ഭൂമിയുടെ ആയിരക്കണക്കിന് താഴ്ചയിൽ എന്താണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ലാവയാണെന്ന് പറയാൻ വരട്ടെ. സത്യത്തിൽ ഭൂമിയുടെ സർഫസ് പോലെ തന്നെ അത്ഭുതവും നിഗൂഢതയും നിറഞ്ഞതാണ് ഭൂമിയുടെ ഉൾവശവും എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് 55 മില്യൺ കിലോമീറ്റർ അകലെയുള്ള ചൊവ്വയിലെത്തിയിട്ടും ശാസ്ത്രലോകത്തിന് ഇപ്പോഴും ഭൂമിയുടെ 15 കിലോമീറ്റർ ആഴത്തിൽ പോലും എത്താൻ കഴിയാത്തത്. എന്നാൽ തിയറിറ്റിക്കലി കിലോമീറ്ററുകൾ ആഴത്തിലുള്ള ഭൂമിയുടെ ഏറ്റവും മധ്യഭാഗത്തേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. നമുക്ക് ഭൂമിയുടെ ഏറ്റവും മുകളിലുള്ള ക്രസ്റ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. ഭൂമിയുടെ ഏറ്റവും ടോപ്പിലുള്ള ഈ സർഫസിലാണ് ഭൂമിയിലെ 80% ജീവജാലങ്ങളും വസിക്കുന്നത്. അവിടെ നിന്നും 1-2 അടി താഴ്ചയിലേക്ക് പോയാൽ അവിടെ എലികളെപ്പോലെയുള്ള ചെറുജീവികൾ മാളം കെട്ടി വസിക്കുന്ന സ്ഥലമാണ്. ഏകദേശം 6 അടി താഴ്ചയിലാണ് ശവശരീരങ്ങൾ കുഴിച്ചിടാറുള്ളത്. ഇനി അവിടെ നിന്നും 13 അടി താഴ്ചയിലേക്ക് പോയാൽ നിങ്ങൾക്ക് 3000-ഓളം വർഷം പഴക്കമുള്ള ഈജിപ്ഷ്യൻ രാജാവായിട്ടുള്ള തുത്തൻഖാമന്റെ ശവകുടീരം കണ്ടെത്തിയ താഴ്ചയിൽ എത്താൻ സാധിക്കും. പുരാതന കാലങ്ങളിൽ ഈജിപ്ഷ്യൻ രാജാക്കന്മാരെ 10 അടി താഴ്ചയിൽ വരെയായിരുന്നു കുഴിച്ചിട്ടിരുന്നത്. ഇനി അവിടെ നിന്നും 20 അടി താഴ്ചയിലേക്ക് പോയാൽ ഒരു മെറ്റൽ ഡിറ്റക്ടർക്ക് ഏറ്റവും മാക്സിമം ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കുന്ന ഡിസ്റ്റൻസിൽ നിങ്ങൾ എത്തിച്ചേരും. 23 അടി താഴ്ചയിൽ നിങ്ങൾക്ക് കൂച്ചി ടണൽസിൻ്റെ ആഴത്തിലെത്താം. വിയറ്റ്നാം വാറിൻ്റെ കാലത്ത് അവിടെയുള്ള പട്ടാളക്കാർ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒളിച്ചിരിക്കാനും അമേരിക്കൻ പട്ടാളക്കാരെ അപ്രതീക്ഷിതമായി ആക്രമിക്കാനും ഉപയോഗിച്ചിരുന്ന ടണലാണിത്. ഇനി നൈൽ നദിയിലെ മുതലകളുടെ മാളങ്ങൾ കാണാൻ കഴിയുന്ന ആഴമാണ് 40 അടി. ഇതാണ് ഒരു ജീവി നിർമ്മിക്കുന്ന ഏറ്റവും ആഴം കൂടിയ മാളമെന്ന് പറയുന്നത്. ഇനി നമ്മൾ അവിടെ നിന്നും 65 അടി താഴേക്ക് പോയാൽ നമുക്കവിടെ പാരീസ് കാറ്റക്കോംബ്സ് കാണാൻ സാധിക്കും. 60 ലക്ഷത്തോളം മനുഷ്യന്റെ അസ്ഥികൾ കണ്ടെത്തിയ സെമിത്തേരിയാണിത്. 18-ാം നൂറ്റാണ്ടിൽ പാരീസിലെ സെമിത്തേരികൾ ശവങ്ങൾ കൊണ്ട് നിറയുകയും ആ സമയത്തുണ്ടായിരുന്ന പകർച്ചവ്യാധി രോഗങ്ങൾ കാരണത്താൽ അന്നത്തെ ഫ്രഞ്ച് ഗവൺമെന്റ് ഇത്തരത്തിലുള്ള ബോഡികളെ 60 അടി താഴ്ചയിൽ വരെ കുഴിച്ചിടാൻ തീരുമാനിക്കുകയായിരുന്നു. ഇനി 180 അടി താഴ്ചയിലെത്തിയാൽ അർബൻ ഫാമുകൾ നമുക്ക് കാണാം. ചൈനയിലാണ് ഇത്തരത്തിലുള്ള ഫാമുകൾ കൂടുതലായും കാണപ്പെടുന്നത്. ധാന്യവിളകളെല്ലാം ആർട്ടിഫിഷ്യൽ ലൈറ്റിൻ്റെ സഹായത്തോടെ നിർമ്മിക്കുന്ന ഫാമുകളാണിത്. ഇനി 328 അടി താഴ്ചയിലാണ് മനുഷ്യർക്ക് ഹാംഫുൾ ആവാതിരിക്കാൻ വേണ്ടി ന്യൂക്ലിയർ വേസ്റ്റുകൾ കുഴിച്ചിടുന്നത്. അവിടെ നിന്ന് കുറച്ച് താഴെ, അതായത് 346 അടി താഴേക്ക് വന്നാൽ ഇവിടെയാണ് ലോകത്തിലെ ഏറ്റവും ആഴത്തിലുള്ള മെട്രോ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. ഉക്രൈനിലെ കിവിലാണ് ഈ മെട്രോ സ്റ്റേഷൻ ഉള്ളത്. അതിനാൽ തന്നെ ആഴത്തിലുള്ള എലവേറ്ററുകൾ ഉപയോഗിച്ചാണ് ഇവിടേക്ക് ആളുകൾ എത്തിച്ചേരുന്നത്. ഇനി 400 അടി താഴ്ചയിലാണ് ലോകത്തിലെ ഏറ്റവും ആഴത്തിലുള്ള മരത്തിൻ്റെ വേരുകൾ കാണപ്പെടുന്നത്. വൈൽഡ് ഫിഗ് ട്രീ എന്നറിയപ്പെടുന്ന ഈ മരങ്ങൾ ആഫ്രിക്കയിലാണ് കാണപ്പെടുന്നത്. ഈ മരത്തിൻ്റെ വേരുകൾ ജലമന്വേഷിച്ച് പോകുന്നത് കൊണ്ടാണ് ഇത്രയും ആഴത്തിലെത്തുന്നത്. ഇനി 500 അടി താഴ്ചയിലേക്ക് പോയാൽ നമുക്കവിടെ ലോകത്തിലെ ഏറ്റവും ആഴത്തിലുള്ള ഹോട്ടൽ കാണാൻ സാധിക്കും. സല സിൽവർ മൈൻ എന്നാണ് ഈ അണ്ടർഗ്രൗണ്ട് ഹോട്ടൽ അറിയപ്പെടുന്നത്. സ്വീഡനിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ വൈഫൈയോ മൊബൈൽ സിഗ്നലോ ഒന്നും ഉണ്ടാകില്ല. റേഡിയോ വഴിയാണ് ഇവിടെ ഗസ്റ്റുകൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇനി 720 അടി ആഴത്തിൽ ഇവിടെയാണ് ലോകത്തിലെ ഏറ്റവും ആഴമുള്ള നദി സ്ഥിതി ചെയ്യുന്നത്. ആഫ്രിക്കയിലെ കോങ്കോ റിവർ എന്ന നദിയാണിത്. പക്ഷേ മനുഷ്യർ ഇതിനേക്കാൾ ആഴത്തിൽ പോയിട്ടുണ്ട് എന്നതാണ് സത്യം. ആഴത്തിലാണ് ലോകത്തിലെ ഏറ്റവും ആഴത്തിലുള്ള ട്രെയിൻ ടണൽ സ്ഥിതി ചെയ്യുന്നത്. സെയ്ക്കാൻ ടണൽ എന്നാണ് ഇതറിയപ്പെടുന്നത്. ജപ്പാനിലെ 2 ദ്വീപുകളെ കണക്ട് ചെയ്യുന്ന ടണലാണിത്. കൂടാതെ ഇത് കടലിനടിയിലൂടെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ 1000 അടി താഴ്ചയിലാണെങ്കിൽ പോലും നമുക്കവിടെ ന്യൂക്ലിയർ മിസൈലുകളിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നതാണ് വാസ്തവം. അത്തരത്തിലുള്ള ഒരു ന്യൂക്ലിയർ വാർഹെഡാണ് ബി. ഈ മിസൈൽ പതിക്കുന്ന സ്ഥലത്തെ 1000 അടി താഴ്ചയിലുള്ള വസ്തുക്കളെ പോലും ഇതിന് നശിപ്പിക്കാൻ കഴിവുണ്ട്. ഇനി കുറച്ചധികം കൂടെ നമ്മൾ താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കവിടെ ചാവുകടലിൻ്റെ ഏറ്റവും ആഴമേറിയ ഭാഗത്തിലെത്താൻ സാധിക്കും. ഇത് സമുദ്രനിരപ്പിൽ നിന്നും 432 മീറ്റർ അഥവാ 1419 അടി താഴ്ചയിലാണുള്ളത്. ചുരുക്കി പറഞ്ഞാൽ എംപയർ സ്റ്റേറ്റ് ബിൽഡിങ്ങിനെ ഇത്രയും ആഴത്തിൽ കൊണ്ടുപോയി വെക്കാൻ സാധിക്കുമെന്നർത്ഥം. ഇനി അവിടെ നിന്നും 2300 അടി താഴ്ചയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ചിലിയിലെ സാൻജോസ് മൈനിൻ്റെ ഏറ്റവും താഴ്ചയിലെത്താം.
ഇവിടെയാണ് 33 ഖനന തൊഴിലാളികൾ 69 ദിവസത്തോളം കൃത്യമായ ഭക്ഷണമോ വെള്ളമോ ഒന്നുമില്ലാതെ കുടുങ്ങിപ്പോയത്. എൻട്രി പോയിന്റ് ഇടിഞ്ഞു വീണ് അവർ അതിനുള്ളിൽ ട്രാപ്പ് ആവുകയായിരുന്നു. ഇനി 3150 അടി താഴ്ചയിലാണ് മനുഷ്യൻ നിർമ്മിച്ചിട്ടുള്ള ഡീപ്പസ്റ്റ് ഓപ്പൺ പിറ്റ് മൈൻ നമുക്ക് കാണാൻ കഴിയുക. അതിനുള്ളിൽ ഇറങ്ങി മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആകാശം കാണാൻ സാധിക്കുമത്രേ. ബിംഗം കോപ്പർ മൈൻ എന്നാണ് ഇതറിയപ്പെടുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ കുഴിക്കുള്ളിൽ ബുർജ് ഖലീഫയെ മുഴുവനായി മൂടാൻ സാധിക്കും. ഇനി 7257 അടി താഴ്ചയിലാണ് ലോകത്തിലെ ഏറ്റവും ആഴത്തിലുള്ള ഗുഹയായിട്ടുള്ള വെറിയോക്കിന കേവ് സ്ഥിതി ചെയ്യുന്നത്. ജോർജിയയിലാണ് ഈ ഗുഹയുള്ളത്. പക്ഷേ മനുഷ്യൻ ഇതിനേക്കാളും ആഴത്തിൽ പോയിട്ടുണ്ടെന്നതാണ് വാസ്തവം. 10500 അടി താഴ്ചയിലാണ് കോളാർ ഗോൾഡ് ഫീൽഡ് അഥവാ KGF സ്ഥിതി ചെയ്യുന്നത്. നമുക്കറിയാവുന്നതുപോലെ കർണാടകയിലാണ് ഇതുള്ളത്. KGF എന്ന സിനിമയുടെ ഇൻസ്പിറേഷൻ തന്നെ ഈ ഗോൾഡ് ഫീൽഡാണ്. ഇനി അവിടെ നിന്നും 12000 അടി താഴ്ചയിലേക്ക് പോയാൽ അവിടെ ഭൂമിയിൽ ഏറ്റവും ആഴത്തിൽ ജീവിക്കുന്ന ഇൻസെക്റ്റുകളെ കാണാൻ സാധിക്കും. ഡെവിൾ വോംസ് എന്നാണ് ഈ ജീവികൾ അറിയപ്പെടുന്നത്. ഇനി 13123 അടി, അതായത് 4 കിലോമീറ്റർ താഴ്ചയിലാണ് ലോകത്തിലെ ഏറ്റവും ആഴത്തിലുള്ള മൈനുള്ളത്. സൗത്ത് ആഫ്രിക്കയിലെ എംപോനങ് ഗോൾഡ് മൈനാണിത്. ഈ മൈനിൽ നിന്നാണ് ലോകത്തിലെ ഏറ്റവും പ്യുവറസ്റ്റ് ആയിട്ടുള്ള സ്വർണം നിർമ്മിച്ചെടുക്കുന്നത്. സത്യത്തിൽ ഇതിനകത്ത് താപനില 66 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ വരെ വരാനുള്ള സാധ്യതയുണ്ടെങ്കിലും ഇവിടെയുള്ള ജോലിക്കാർ തുച്ഛമായ ശമ്പളത്തിന് പോലും ഇവിടെ ജോലി എടുക്കാറുണ്ടത്രേ. ഈ മൈനിലെ ഏറ്റവും മുകളിൽ നിന്ന് താഴേക്ക് ഒരാൾ വീണാൽ അയാൾ താഴെ എത്താൻ തന്നെ 30 സെക്കൻഡുകളോളം സമയമെടുക്കും. ഇനി കുറച്ചുകൂടെ താഴേക്കൊന്ന്, അതായത് 29032 അടിയിലേക്ക് എത്തിയാൽ നമുക്ക് മൗണ്ട് എവറസ്റ്റിനെ അതിനുള്ളിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയും. ഇനി അവിടെ നിന്നും 35640 അടി താഴ്ചയിലാണ് ഭൂമിയിലെ ഏറ്റവും ആഴത്തിലുള്ള സമുദ്രഭാഗം സ്ഥിതി ചെയ്യുന്നത്. 1951 ബ്രിട്ടീഷ് കപ്പലായിട്ടുള്ള HMS ചലഞ്ചർ ഒരു കയർ ഉപയോഗിച്ചാണ് ഈ സമുദ്രഭാഗത്തിന്റെ ആഴം അളന്നത്. അത് 10863 മീറ്റർ ആഴമായിരുന്നു. ഈ സമുദ്രഭാഗത്തെയാണ് ചലഞ്ചർ ഡീപ്പ് എന്ന് വിളിക്കുന്നത്. അതായത് മൗണ്ട് എവറസ്റ്റ് ഇതിനുള്ളിൽ മുങ്ങിപ്പോയാലും വീണ്ടും 2 കിലോമീറ്റർ ദൂരം ബാക്കിയായിരിക്കും. കഴിഞ്ഞില്ല. സത്യത്തിൽ മനുഷ്യൻ ഇതിനേക്കാൾ ആഴത്തിൽ ഗർത്തം നിർമ്മിച്ചിട്ടുണ്ട് എന്നതാണ് വാസ്തവം. അതാണ് 40230 അടി താഴ്ചയിലുള്ള, അതായത് 12262 മീറ്റർ താഴ്ചയുള്ള കോല സൂപ്പർ ഡീപ്പ് ബോർഹോൾ. ഈ ഗർത്തത്തിന് 23 സെന്റിമീറ്റർ വീതിയാണുള്ളത്. 1997 ഭൂമിയുടെ മധ്യഭാഗത്തേക്കെത്താനായി നടത്തിയ ഒരു പരീക്ഷണത്തിന്റെ ഭാഗമായാണ് റഷ്യ ഈ കുഴി കുഴിച്ചത്. പക്ഷേ തുടർച്ചയായി 9 വർഷത്തോളം ഈ കുഴി കുഴിച്ചെങ്കിലും 200 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയുള്ള ഭൂമിയുടെ ലെയറിലേക്ക് അടുത്തപ്പോഴേക്കും അവർ ഉപയോഗിച്ചിരുന്ന ഡ്രില്ലിംഗ് എക്യുപ്മെന്റുകളെല്ലാം ചൂടായി നശിച്ചു പോവുകയായിരുന്നു. അങ്ങനെ ഇതിനേക്കാൾ ആഴത്തിൽ ഇനി കുഴിക്കാൻ കഴിയില്ലെന്ന് ശാസ്ത്രലോകം തിരിച്ചറിയുകയായിരുന്നു. മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആഴത്തിൽ കുഴിച്ചിട്ടുള്ള ഗർത്തം ഇതാണെങ്കിലും സത്യത്തിൽ ഭൂമിക്കടിയിലേക്ക് ഇനിയും ഒരുപാട് ഭാഗങ്ങളുണ്ട്. അതിനാൽ തന്നെ ഭൂമി യഥാർത്ഥത്തിൽ എത്രത്തോളം ആഴത്തിലാണുള്ളതെന്ന് മനസ്സിലാക്കാൻ നമ്മൾ ഭൂമിയുടെ ലെയറുകളെക്കുറിച്ച് മനസ്സിലാക്കണം. ഭൂമിയെ 4 ലെയറുകളായാണ് തിരിച്ചിരിക്കുന്നത്. ക്രസ്റ്റ് എന്ന് വിളിക്കുന്ന ലെയറാണ് ഒന്നാമത്തേത്. മാൻഡിൽ എന്ന് വിളിക്കുന്ന ലെയറാണ് രണ്ടാമത്തെ ലെയർ. മൂന്നാമത്തെ ലെയറിനെ ഔട്ടർ കോർ എന്നും 4ാമത്തെ ലെയറിനെ ഇന്നർ കോർ എന്നും വിളിക്കുന്നു. വാസ്തവത്തിൽ മനുഷ്യൻ ഇന്നുവരെ കുഴിച്ചിട്ടുള്ള ഏറ്റവും വലിയ കുഴി ഇപ്പോഴും ഭൂമിയുടെ 1ാമത്തെ ലെയറിനുള്ളിൽ തന്നെയായിരുന്നു. ഈ ലെയർ 30 മുതൽ 70 കിലോമീറ്റർ വരെ തിക്കായാണ് കിടക്കുന്നത്. അവിടെ നിന്നും 70 കിലോമീറ്റർ പോയാലാണ് മുൻപേ പറഞ്ഞ 2ാമത്തെ ലെയറായിട്ടുള്ള മാൻഡിൽ ലെയറിലോട്ട് എത്തുന്നത്. ഈ ലെയറിന് 2900 കിലോമീറ്ററോളം തിക്കാണുള്ളത്. ഇവയെ തന്നെ 2 പാർട്ടായി തിരിക്കുന്നുമുണ്ട്. അതായത് അപ്പർ മാൻഡിലും ഇന്നർ മാൻഡിലും. ഈ അപ്പർ മാൻഡിൽ 660 കിലോമീറ്ററോളം ആഴത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതൊരു ലിക്വിഡ് ഫോമിലാണ് കാണപ്പെടുക. അതേസമയം ഇന്നർ ലെയർ ആകട്ടെ സർഫസിൽ നിന്നും 2900 കിലോമീറ്റർ ആഴത്തിലുമാണ് കാണപ്പെടുന്നത്. എന്നാൽ ഇവിടെ പ്രഷറിൻ്റെ വേരിയേഷൻസ് കാരണത്താൽ ഇത് കുറച്ച് സോളിഡായാണ് കാണപ്പെടുക. ഏകദേശം ഒരു ടൂത്ത് പേസ്റ്റിൻ്റെ ടെക്സ്ചറിൽ. കൂടാതെ ഇത് വളരെ പതുക്കെയാണ് ഫ്ലോ ചെയ്യുക. ഈ മാൻഡിലിനുള്ളിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 1000 മുതൽ 3000 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. അവിടെ നിന്നും 2900 കിലോമീറ്റർ താഴ്ചയിലാണ് ഔട്ടർ കോർ സ്ഥിതി ചെയ്യുന്നത്. ഈ ലെയർ ഏകദേശം 2200ഓളം കിലോമീറ്റർ തിക്കായിട്ടാണുള്ളത്. ഈ ലെയറിൽ കൂടുതലായും ഉരുകിയ ഇരുമ്പും നിക്കലുമാണ് അടങ്ങിയിരിക്കുന്നത്. എന്നാൽ ഇവിടെയുള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 4000 മുതൽ 5500 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. ഈ ചൂടിൽ ഒരു മെറ്റീരിയലിനും സർവൈവ് ചെയ്യാൻ സാധിക്കില്ല.
ഈ ലെയറാണ് നമുക്ക് ഭൂമിക്ക് ഒരു മാഗ്നറ്റിക് ഫീൽഡ് നൽകി സൂര്യനിൽ നിന്നുള്ള ഹാംഫുള്ളായിട്ടുള്ള റേഡിയേഷനുകളെ തടുക്കുന്നത്. അത് കഴിഞ്ഞ് 5000 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂമിയുടെ ഇന്നർ കോർ സ്ഥിതി ചെയ്യുന്നത്. ഇത് 5000 മുതൽ 6000 വരെ ഡിഗ്രി സെൽഷ്യസിൽ ചൂടായിക്കൊണ്ടിരിക്കുന്ന അയൺ കൊണ്ടും നിക്കൽ കൊണ്ടും ഫോം ചെയ്യപ്പെട്ടതാണ്. ഈ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഏകദേശം സൂര്യൻ്റെ ടെമ്പറേച്ചറിനോട് സമാനമാണ്. പക്ഷേ വളരെ എക്സ്ട്രീം ആയിട്ടുള്ള പ്രഷർ കാരണം ഈ ലെയർ ഒരു സോളിഡ് സ്റ്റേറ്റിലാണ് നിലകൊള്ളുന്നത്. ശാസ്ത്രജ്ഞരുടെ കണ്ടെത്തൽ പ്രകാരം ഭൂമിയുടെ ഇന്നർ ലെയറിൽ നിന്നും ഔട്ടർ ലെയറിൽ നിന്നുമാണ് മെറ്റലുകൾ മാൻഡിൽ വഴി ഭൂമിയുടെ ഏറ്റവും മുകളിലുള്ള ക്രസ്റ്റിലേക്ക് എത്തുന്നത്. അങ്ങനെ അവിടെ നിന്നുമാണ് നമ്മൾ അയൺ, കോപ്പർ, നിക്കൽ, മാഗ്നീഷ്യം, അലൂമിനിയം, ഗോൾഡ്, സിൽവർ തുടങ്ങിയവയൊക്കെ വേർതിരിച്ചെടുക്കുന്നത്. കൂടാതെ വോൾക്കാനിക് ആക്ടിവിറ്റികളും ടെക്ടോണിക് പ്ലേറ്റുകളുടെ മൂവ്മെൻറ്റുകളും ഇത്തരത്തിലുള്ള മെറ്റീരിയലുകൾ ക്രസ്റ്റ് ലെയറിലേക്ക് എത്താൻ കാരണമാകുന്നുണ്ട്. ഏതായാലും ഭൂമിയുടെ പുറംഭാഗം മാത്രമല്ല, ഭൂമിയുടെ അകവും ഒരു അത്ഭുത ലോകമാണ്. നിങ്ങൾക്കിതിനെപ്പറ്റി എന്തു തോന്നുന്നു എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.